വൃത്താന്ത പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്രമാത്രം ദൈവം നമുക്കടുത്തുള്ള വേറെ ഏത് ജ്യേഷ്ഠ ജനതയാണ് ഉള്ളതെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി ക്രിസ്തീയ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ആചാര്യൻ കുളിച്ചു കുറി തൊട്ട് ആമോദമോടാതരാൽ കർത്തുസാനം ഉപേത്യം നല്ലൊരു മുഹൂർത്തം മനസ്സിൽ കണ്ടുകൊണ്ട് അഗ്നസ ആരംഭിക്കും ഗ്രഹത്തിനുമങ്ങ് മാനസാൽ മൂലത്തൻ ബർമ്മങ്ങൾ സഹിയെന്ന് ശാസ്ത്രം വേദത്തിൽ വ്യക്തമുനിമാർക്ക് സിദ്ധമല്ലോ. പിടിക്ക സൂത്രം ചതിരിച്ചു മത്തിയെ കിഴക്ക് നോക്കിയിട്ട് അഥവോ വടക്കും അളന്നു നോക്കിയാൽ 4 പാടും കിഴക്ക് സേമയ്ക്ക് അതിസൂത്രഭേദം. ഇത് പഠിപ്പിച്ചിട്ട് എന്നോട് ആശാൻ പറഞ്ഞു, ഇത് പഠിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. എനിക്ക് ആദ്യമൊന്നും അറിയില്ലെങ്കിലും പിന്നെ അത് സംസ്കൃതം എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി ദൈവത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ. ആ തിരിച്ചു വന്നതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്കത് സന്തോഷം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പിന്നെ അത് മലയാളത്തിൽ പറഞ്ഞു തന്നപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞു, ശില്പി നിൽപ്പു ഭൂമി മത്തിയെ മലയതു ചെരുവത് തീർത്ഥമാർഗം നോക്കിയിട്ട് അമർത്തപഥം അതിൽ തട്ടണം ബ്രഹ്മശങ്ക്. അപ്പം എന്നോട് പറഞ്ഞു, ഒരു ആശാരി ഒരു സ്ഥലത്ത് സാധനം കാണാൻ കയറുകയാണെങ്കിൽ ശില്പിയെ ഓർക്കണം. സംസ്കൃതത്തിൽ പറഞ്ഞു, ശില്പി നിൽപ്പേ ഭൂമി മത്തിയെ മലയതു ചെരുവത് തീർത്ഥമാർഗം നോക്കിയിട്ട് അമൃതപഥം അതിൽ തട്ടണം ബ്രഹ്മശങ്ക്. ഇത് പഠിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെ. ഒന്ന് കൈയടിച്ച് നന്ദി പറയാമോ ഇതിന്? കാരണം അവിടെ കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, ശില്പിയെ ഓർക്കുക. ശില്പി ആരാ? ഈ ലോകം നിർമ്മിച്ചവൻ, രൂപകൽപ്പന ചെയ്തവൻ, അല്ലെങ്കിൽ എന്തിനെങ്കിലും രൂപകൽപ്പന നൽകുന്നവൻ. അതാ യേശു ക്രിസ്തു. ഈ ലോകം സൃഷ്ടിച്ചവന് ശില്പിയെ ഓർക്കണം, ദൈവത്തെ ഓർക്കണം. നീ സാധനം കാണാനായിട്ട് ഭൂമിയിലേക്ക് കയറുമ്പോൾ അതാ പഠിപ്പിച്ച്, ശില്പി നിൽപ്പു ഭൂമി മധ്യേ മലയതു ചെരുവത് തീർത്ഥമാർഗം നോക്കിയിട്ട് അമൃതപഥം അതിൽ തട്ടണം ബ്രഹ്മശങ്ക്. ഇത് പഠിച്ചു ഞാൻ ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആശാരിപ്പണിയിലും ആദ്യം പഠിപ്പിച്ചത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. ഒന്ന് കൈയടിച്ച് നന്ദി പറയുമോ? ആദ്യം എന്നെ മനസ്സിലായി, ശില്പിയെ ഓർക്കണം, ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർത്തിട്ടേ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 21:11 പറയുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനും ശുഭഭാവയ്ക്കും പ്രത്യാശയ്ക്കുമുള്ള പദ്ധതിയാണ്. ഇതെല്ലാ വചനപ്രഘോഷകരും എല്ലാ ധ്യാന സെൻറ്ററുകളിലും ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആര് പ്രസംഗിച്ചാലും ഇത് പറയാതിരിക്കുകയല്ല. പറയുമ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, ഈ പദ്ധതി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. പക്ഷേ ദൂതി 8:34 പറയുന്നുണ്ട്, എൻ്റെ പദ്ധതി എന്താണെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കർത്താവ് പറയാം, എൻ്റെ പദ്ധതി എന്താണെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം കർത്താവ് അത് പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 11:22 പറയാം, ദൈവഭക്തൻ്റെ സമ്മാനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അത് ക്ഷണനേരം കൊണ്ട് പൂവിടുന്നു. അത് അറിയല്ല, ദൈവം അത് നമുക്ക് ചെയ്തു തരിക ചെയ്യുന്നത്. അങ്ങനെ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ കർത്താവ് എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി, എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, വചനം പ്രഘോഷിക്കാം, വചനം പറയാം, വചനം നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം, പക്ഷേ പ്രാബല്യത്തിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറയാം, വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ 2 ഉള്ളവൻ ഇല്ലാത്തവനൊന്ന് കൊടുക്കണം. ഞാൻ ചോദിച്ചു, 2 ഇല്ലാത്തവനൊന്ന് കൊടുക്കണം. അപ്പം എന്നോട് പറഞ്ഞു, 2 പാൻറ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തോളാൻ പറഞ്ഞു, 2 ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തോളാൻ പറഞ്ഞു, 2 മുണ്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കർത്താവ് മുണ്ട് കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊടുക്കുകയാണ്, ബ്രഷായിട്ടുള്ള സാധനം കൊടുക്കണം, നഷ്ടപ്പെട്ടു പോയത് ഒന്ന് ഉപയോഗിച്ചത് കൊടുക്കരുത്, ഉടുപ്പിട്ടത് കൊടുക്കരുത്, ഷർട്ട് ഇട്ടത് കൊടുക്കരുത്, കൊടുക്കുകയാണെങ്കിൽ നല്ലത് കൊടുക്കണം. നീ കൊടുക്കാൻ സമ്മതിച്ചാൽ മതി, കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡേവിഡ് ചെറമേലച്ചനെ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ ഉള്ളതിൽ എന്തെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, 2 വൃക്കയുണ്ട്, അതിലൊന്ന് തന്നേക്കാം. അപ്പം അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് നീ തന്നോ, പക്ഷേ വീട്ടിലുള്ളവർക്ക് സമ്മതമാണോ? ഞാൻ പറഞ്ഞ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞിരിക്കുന്ന 2 ഇല്ലാത്തവനൊന്ന് കൊടുക്കണമെന്ന് അച്ഛനറിയാൻ, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. അപ്പം അച്ഛനോട് ചോദിച്ചു, നീ വൃക്ക കൊടുക്കുമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ അത് പറഞ്ഞിട്ടില്ല.
ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഇന്നലെ പറഞ്ഞല്ലേ കൊടുത്തോളാൻ, അത് ഞാൻ കൊടുക്കാൻ പോവുക. അപ്പോൾ എന്നോട് ചോദിച്ചു, മഞ്ഞ ഷർട്ടാണോ വെള്ള ഷർട്ടാണോ കൊടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, മഞ്ഞ ഷർട്ടല്ല വെള്ള ഷർട്ടല്ല കൊടുക്കുന്നത് എൻ്റെ 2 വൃക്കയിൽ ഒരെണ്ണമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വചനം പ്രഘോഷിക്കാൻ പൊക്കോ. വചനം പറഞ്ഞു, ഇത് കൂട്ട് വചനം മേലാ പറഞ്ഞേക്കരുത്. കാരണം ഈ വചനം മാത്രം എല്ലാവർക്കും ഉൾക്കൊള്ളാം, പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. കാരണം ഈ 2 വൃക്കയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആര് നമ്മളെ സഹായിക്കാൻ കാണും? ഞാൻ അവളോട് ചോദിച്ചു, കാലത്തെ വണ്ടിയെ കയറി വൈക്ക് ഓടിച്ചു പോകുന്ന കൊച്ചിന് വൃക്കയ്ക്ക് കുഴപ്പമുണ്ടായിട്ടല്ല വൈകുന്നേരം അവൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. അതുപോലെ വൃക്ക നഷ്ടപ്പെടുന്നത് കർത്താവ് ആയുസ് തീരുമാനിച്ചാൽ നമ്മളത് ആയുസ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചു മേടിക്കാൻ പാടില്ല. കർത്താവാണ് ജീവൻ തന്നതും കർത്താവാണ് ജീവൻ അടക്കുന്നതും. അപ്പോൾ നമുക്ക് ജീവന് അത് കർത്താവാണ് ജീവൻ നൽകുന്നത്. നീ കൊടുക്കാൻ സമ്മതിക്കണം. കാരണം കൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കൊടുക്കണം. അങ്ങനെ നീ സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ മക്കളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. മകൻ എന്നോട് പറഞ്ഞപ്പോഴും അവനോട് ഞാനിതാ പറഞ്ഞേ, എൻ്റെ മോനെ ഉള്ളത് കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ 2 വൃക്കയിൽ 1 വൃക്ക കൊടുത്തിട്ട് ഇന്ന് 2 വർഷവും കഴിഞ്ഞ് ഇന്ന് 10 ദിവസവും കൂടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ എന്നോട് ഡോക്ടർമാർ പറഞ്ഞു, ഈ വൃക്ക കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ശകലം പോലും വണ്ടിയെ യാത്ര ചെയ്തേക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വണ്ടിയെ യാത്ര ചെയ്യണം, അത്രയും നല്ലപോലെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യണം, എന്നും വണ്ടിയെ പോകരുത്. അതുകൊണ്ടാവാം കർത്താവ് എനിക്ക് ക്ലീറ്റസ് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ഒരുക്കി തന്ന 5 വർഷമായി. ആകപ്പാടെ ഒരു മാസത്തിൽ ശുശ്രൂഷ ഇല്ലാതെ വരുന്നത് 3 ദിവസമാണ്, ബാക്കി എല്ലാ ദിവസവും വണ്ടിയല്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കൈയടിച്ച് നന്ദി പറയാം. കാത്തു പരിപാലിക്കുന്ന കർത്താവാ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കാത്തു പരിപാലിക്കുന്ന കർത്താവ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് വചനം പറഞ്ഞു വരുന്നത് എൻ്റെ കാര്യത്തെപ്പറ്റി അല്ല പറഞ്ഞു വരുന്നത്. പിന്നെയോ പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം പറയാ, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. എനിക്ക് പോയത് 15 വർഷമാണ്. ദൈവത്തിൻ്റെ വിശ്വാസത്തെ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ടും വർഷം 15 പോയി. എനിക്ക് പറ്റിയ അവസ്ഥ വേറെ ആർക്കും പറ്റരുത്. അതുകൊണ്ട് പറയാ, ദൈവത്തിലേക്ക് വരാൻ മടി കാണിക്കരുത്, കർത്താവിലേക്ക് തിരിയാൻ മടി കാണിക്കരുത്. അവിടെ ഫോൺ വിളിച്ച് ചോദിക്കും, എന്നാ ധ്യാനമുള്ളത്? ഞായറാഴ്ച ധ്യാനമുണ്ടെന്ന് പറയുമ്പം ചോദിക്കും, ഇനി എന്നാ ഉള്ളത്? അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ടല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ കർത്താവിലേക്ക് തിരിയുന്ന കാര്യം മാത്രം നമ്മൾ ദിവസങ്ങൾ മാറ്റിവെക്കുക. കർത്താവ് പറയാ, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടി വെക്കരുത്. കർത്താവിലേക്ക് തന്നെ കടന്നു വരണം. കടന്നു വന്നാലോ, മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വന്ന് അണക്കരയോ അല്ലെങ്കിൽ അട്ടപ്പാടിയിലോ പോയൊരു ധ്യാനം കൂടിയിട്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് പറയും, എൻ്റെ ഭാര്യയെ 15 വർഷമായ മദ്യപാനം ഞാൻ നിർത്തി. ചില ആൾക്കാർ പോയൊരു ധ്യാനം കൂടിയിട്ട് തിരിച്ചു വന്നിട്ട് പറയും, എൻ്റെ പുകവലി ഞാൻ നിർത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അവർക്ക് ശരീരത്തിന് ദൂഷ്യമുള്ള 2 ദുശീലം മാറ്റി. മാനസാന്തരപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? മാനസാന്തരപ്പെടുന്നപ്പോൾ ആ പഴയ മനുഷ്യന് അവൻ്റെ ചൈതികളോടെ നിർമ്മാണം ചെയ്യപ്പെട്ട് യേശുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ഒരു പുതിയ മനുഷ്യനെ സ്വീകരിക്കുമ്പോഴാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമുള്ള മനുഷ്യനാണെങ്കിൽ ആ ദേഷ്യപ്പെടുന്ന മനുഷ്യനെ അവിടെ നിന്ന് ഉരിഞ്ഞു മാറ്റണം. വഴക്ക് കൂടുന്ന പ്രവണതയുള്ള ആളാണെങ്കിൽ വഴക്ക് കൂടുന്ന പഴയ മനുഷ്യനെ മാറ്റിവിടണം. കുറ്റപ്പെടുത്തുന്ന പഴയ മനുഷ്യനെ മാറ്റിവിടണം. പിറുപിറുക്കുന്ന പഴയ മനുഷ്യനെ മാറ്റിവിടണം. സ്വയഭോഗം ചെയ്യുന്ന പഴയ മനുഷ്യനെ മാറ്റിവിടണം. വ്യഭിചാര ചിന്ത തോന്നിക്കുന്ന പഴയ മനുഷ്യനെ മാറ്റിവിടണം. എന്നിട്ട് യേശുവിൻ്റെ ഛായയിലുള്ള ആ പുതിയ സൃഷ്ടിയായിട്ട് വരണം. അപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യ ഭർത്താവിനോടൊന്ന് ദേഷ്യപ്പെടുമ്പോൾ എന്തു ചെയ്യും? ആദ്യം ധ്യാനം കൂടി വന്നതല്ലേ എന്നോർത്ത് ക്ഷമിക്കും. 2-ാമത്തെ പ്രാവശ്യവും ദേഷ്യപ്പെടുമ്പം പറയും, ധ്യാനം കൂടി 2 ദിവസമല്ലേ ആയുള്ളൂ, ക്ഷമിക്കും. 3-ാമത്തെ ദിവസം പറയും, എൻ്റെ പണ്ടത്തെ സ്വഭാവം ഇറക്കരുത്. ആ പണ്ടത്തെ സ്വഭാവം എന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നു, ആ ജീവിതത്തിൽ ഉള്ളത്രയും കാലം അവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല. മാനസാന്തരപ്പെടണമെങ്കിൽ എങ്ങനെയായിരിക്കണം? കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നുപോയി കുമ്പസാരക്കൂട്ടിൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒപ്പം തന്നെ ആ പഴയ മനുഷ്യനെയും കുമ്പസാരക്കൂട്ടിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് മാനസാന്തരപ്പെടുന്നത്. പല ആൾക്കാരും ചോദിക്കും, എവിടെയാണ് പുതിയ നിയമത്തെ കുമ്പസാരത്തെ പറ്റി എഴുതി വച്ചിരിക്കുന്നത്? ക്രിസ്ത്യാനികൾ മാത്രമാണല്ലോ കുമ്പസാരത്തെ പറ്റി പറയുന്നത്. പല ക്രിസ്ത്യാനികൾക്കും കുമ്പസാരം എഴുതി വെച്ചേക്കുന്നത് എവിടെയാണെന്നും അറിയത്തില്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കുമ്പസാരക്കൂട്ടിനെ പറ്റി കർത്താവ് എഴുതിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളും കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 22-ാം തിരുവചനം പറയാം, സൽഹൃദയത്തോടു കൂടി വേണം അതിൻ്റെ അടുത്ത് ചെല്ലാൻ. എവിടെ? കുമ്പസാരക്കൂടിൻ്റെ അടുത്ത്. സൽഹൃദയത്തോടു കൂടി വേണം അതിൻ്റെ അടുത്ത് ചെല്ലാൻ.
കാരണം ഉദ്യമ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ്റെ രൂപവും മൃഗത്തിൻ്റെ സ്വഭാവമാകരുത്. അതാ കർത്താവ് പറഞ്ഞ് സൽഹൃദയത്തോടു കൂടി വേണം നീ അതിൻ്റെ അടുത്ത് ചെല്ലാൻ. രൂപം മനുഷ്യൻ്റെ ആണെങ്കിലും സ്വഭാവം മൃഗത്തിൻ്റെ ആകരുത്. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, 2 പത്രോസ് 2-ാം അധ്യായം 22-ാം തിരുവചനം പറയാ, നായ ഛർദ്ദിച്ചിട്ട് വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്ന് കുളിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ കുമ്പസാരക്കൂട്ടിലേക്ക് പോയിട്ട് വീണ്ടും നീ പാപം ചെയ്യാനാ കുമ്പസാരക്കൂട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നെങ്കിൽ, അതാ കർത്താവ് പറഞ്ഞ് സൽഹൃദയത്തോടും ഉത്തമ ബോധ്യത്തോടും കൂടി വേണം കുമ്പസാരക്കൂട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. എന്നിട്ടോ അവിടെ ചെന്നിട്ട് നിന്റെ ദുഷ്ടഹൃദയത്തെ വെടുപ്പാക്കി വിശുദ്ധ ജലം കൊണ്ട് തളിക്കണം. ഇതിൽ കൂടുതൽ എവിടെയാ കുമ്പസാരത്തെ പറ്റി പറയണ്ടേ? പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യന്റെ രൂപവും സ്വഭാവം മൃഗത്തിൻ്റെ ആകരുത്. പട്ടിയും പന്നിയും എങ്ങനെയാ? അത് വീണ്ടും ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നു, വീണ്ടും പന്നി കുളിച്ചതിനകത്ത് കുളിക്കുന്നു. കുമ്പസാരക്കൂട്ടി ഞാൻ പാപം ചെയ്യാലെന്ന് പറഞ്ഞിട്ട് വീണ്ടും പാപം ചെയ്യുന്ന ആ മൃഗവും നമ്മളുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്ക് നീ കടന്നു ചെല്ലുകയാണെങ്കിൽ സൽഹൃദയത്തോടുകൂടി, ഉറപ്പുള്ള ഹൃദയത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി വേണം കടന്നു ചെല്ലാൻ. അതിൽ ഉറച്ച തീരുമാനമെടുക്കണം. എന്താ തീരുമാനം? പറഞ്ഞ പാപങ്ങൾ ഇനിയും ഒരിക്കലും കുമ്പസാരക്കൂട്ടി പറയാൻ എൻ്റെ കർത്താവേ എന്നെ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം ഇനി ചെയ്യാതിരിക്കണം. അത് സ്വാഭാവികമായിട്ട് ഉള്ള മനുഷ്യർക്ക് ആർക്കും സാധിക്കാല്ല. വചനം പ്രഘോഷിക്കുന്ന ഏത് വചനപ്രഘോഷകരാണെങ്കിലും, ഏത് വചനം പറയുന്നവരാണെങ്കിലും പഴയ സ്വഭാവം എപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ സ്വഭാവം വീണ്ടും വീണ്ടും അത് പൊന്തി വരുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മാനസാന്തരം അവന് ഉള്ളിൽ ഉണ്ടായിട്ടില്ല. അവന് പുറമേ മാത്രമുള്ള ആ മൂടിയുള്ള ആ വചനപ്രഘോഷണം മാത്രമേ ഉള്ളൂ. ദൈവത്തെ അറിയുന്നവൻ കുമ്പസാരക്കൂട്ടിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇനിമേലിൽ ഞാൻ പാപം ചെയ്യാല, ഇനിമേലിൽ ഞാൻ വ്യഭിചാരം ചെയ്യാല, ഇനിമേലിൽ ഞാൻ മോഷ്ടിക്കാല എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും അത് തോന്നാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനിൽ മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. എല്ലാവരും വചനം പറയുമ്പോഴും വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും പറയും, പുരോഹിതരല്ലാതെ ബാക്കി ഏതെങ്കിലും ഒരു വചനപ്രഘോഷകർ വചനം പറഞ്ഞാൽ പറയും, എൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ എന്നെ മാനസാന്തരപ്പെടുത്തിയ വചനം ഇതാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നെയും മാനസാന്തരപ്പെടുത്തിയ ഒരു വചനമുണ്ട്. 1 യോഹന്നാൻ 5:10 പറയുന്നു, ദൈവപുരുഷനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ ഒരു സാക്ഷ്യമുണ്ടായിരിക്കും. ആ സാക്ഷ്യമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13. തെറ്റുകൾ മറച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകുകയില്ല. ഈ ഒരൊറ്റ വചനമാണ് 15 വർഷം മദ്യപാനത്തിന് അടിമയായി കുടുംബത്തിൽ സമാധാനക്കേട് വരുത്തിവെച്ച്, കുടുംബത്തിൽ ഒറ്റ വ്യക്തി പോലും, അപ്പനും അമ്മയും എൻ്റെ ഭാര്യ ഉൾപ്പെടെ, എൻ്റെ ഇപ്പോഴുള്ള കുട്ടി ഉൾപ്പെടെ, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ അപ്പനും ഒന്നും ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 14 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ നവീകരണത്തിലേക്ക് വന്ന് 14 വർഷമല്ലാതെ ഒരു ദിവസം പോലും എൻ്റെ കുടുംബത്തിൽ അവർ കിടന്നുറങ്ങിയിട്ടില്ല. പക്ഷേ എന്നെ മാനസാന്തരപ്പെടുത്തിയ വചനമാണ് തെറ്റുകൾ മറച്ചു വെച്ച് ഈശോയെ സ്വീകരിക്കുന്നത്. എല്ലാ ക്രിസ്മസിനും അതുപോലെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ധ്യാനത്തിനല്ല, ദേവാലയത്തിൽ വൈകുന്നേരം ഉണ്ണീശപ്പറവയ്ക്കായിട്ട് പോകുമ്പോൾ ഏറ്റവും പുറകുവശത്ത് ഞാൻ കുമ്പസാരിക്കാതെ ഏറ്റവും മൂലയ്ക്ക് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ ആണ്ടുകുമ്പസാരം കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിച്ചവർ എല്ലാവരും സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ മാത്രമായി മാറും. നാട്ടുകാരെന്തോർക്കും, അച്ഛനെന്തോർക്കുമെന്നോർത്ത് യോഗ്യതയില്ലാതെ ഞാൻ ഈശോയെ സ്വീകരിച്ച കാലമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ വിഷമപ്പെട്ട് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് തന്ന വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13. എൻ്റെ ആ വചനം സ്പർശിച്ചത് ഇങ്ങനെയാ, നീ തെറ്റുകൾ എന്ന് മറച്ചു വെക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ, ഞാൻ ധ്യാന കേന്ദ്രത്തിലിരിക്കുമ്പോൾ ഉള്ള കടപ്പാടും 10 സെൻറ്റും കൂടെ നഷ്ടപ്പെട്ടിട്ട് അവിടെ ഇരിക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞത് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഐശ്വര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, മാതാപിതാക്കളുടെ മനസമാധാനം നഷ്ടപ്പെട്ടു പോയി, ഭാര്യയുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി, ഉണ്ടായിരുന്ന 10 സെൻറ്റ് സ്ഥലവും നഷ്ടപ്പെട്ടു പോയി. ഇതിൽ കൂടുതൽ എന്താ നഷ്ടപ്പെടാനുള്ളത്? അതാ കർത്താവ് പറയുന്ന പാപങ്ങൾ മറച്ചു വെച്ച്
പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുകയില്ല. ഒട്ടുമുക്കാൽ ആൾക്കാരും അങ്ങനെയാ, പകുതി പാവമേ പറയുള്ളൂ, പകുതി പറയേല. ഇടവക വികാരി അച്ഛൻ എന്നാ ചെയ്യുമെന്നോർത്തുകൊണ്ട്, എന്നെ എങ്ങനെ കാണുമെന്നോർത്തുകൊണ്ട്, ഏത് കണ്ണുകൊണ്ട് കാണുമെന്നോർത്തുകൊണ്ട് പകുതി പാവങ്ങൾ മാത്രമേ മറച്ചു വെച്ചിട്ടേ കുമ്പസാരിക്കാറുള്ളൂ. അതാ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നത്, പാവങ്ങൾ മറച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഒരു കുമ്പസാരം നടത്തിയപ്പോൾ ആ പഴയ സ്വഭാവമൊക്കെ മാറ്റി ഒരു പുതിയ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ കർത്താവ് എനിക്ക് തന്നു. ശാന്തതയുടെ, സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ഛായയിലുള്ള ഒരു പുതിയ സൃഷ്ടിയായി 15 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ രൂപാന്തരപ്പെടുത്തി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം രാത്രിയുടെ യാമങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഭവനമില്ല, കുട്ടികളില്ല, സ്ഥലം വിൽപ്പന നടക്കുന്നില്ല, ILTC പാസ്സാകുന്നില്ല, പല ധ്യാന കേന്ദ്രങ്ങളിലും പലരെയും പോയി കണ്ട് നിങ്ങൾ പരാതിപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ആദ്യം നിങ്ങളുടെ ഹൃദയമൊന്ന് പരിശോധിക്കണം. ദൈവത്തിന് കടന്നു വരാൻ തക്കവണ്ണം നിന്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഹെബ്രായർ 12:14 പറയുന്നു, വിശുദ്ധിയുള്ളിടത്തെ ദൈവം കടന്നു വരുവുള്ളൂ. നീ പാപം പകുതി മറച്ചു വെച്ചിട്ട് പകുതി പാപങ്ങളെ പറഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്നുള്ളെങ്കിൽ എങ്ങനെ ഈശോ നിന്റെ ഹൃദയത്തിലേക്ക് വരും? കാരണം നിന്റെ കുമ്പസാരം നല്ല രീതിയിൽ നീ കുമ്പസാരിച്ചിട്ടില്ല. പകുതി പാപം നിന്റെ ഹൃദയത്തിൽ കിടക്കുക, നിന്റെ ഹൃദയത്തിന് വിശുദ്ധിയില്ല, ദൈവത്തിന് അവിടെ കടന്നു വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദൈവത്തിന് മുമ്പിൽ പരാതി പറയുമ്പോൾ, പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് അവനോ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ഹൃദയം പരിശോധിക്കണം, ദൈവത്തിന് കടന്നു വരാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹൃദയം നല്ല രീതിയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നല്ലൊരു കുമ്പസാരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും യേശു ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. പാപത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ഓരോ മക്കളോടും ദൈവം പറയുന്ന വചനമാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം പറയാ, ഇരുട്ടെനിക്ക് മറയാണെന്നും പറഞ്ഞ് പാപം ചെയ്യാൻ രാത്രിയുടെ യാമങ്ങളിൽ വ്യഭിചാരശാലയിലേക്ക് കടന്നു പോകുന്നവരും എല്ലാവരും അറിയേണ്ട കാര്യമാണ്. കർത്താവ് പറയാ, ഇരുട്ടെനിക്ക് മറയല്ല, ഭിത്തി എനിക്ക് മറയല്ല. വാതിലടച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്ത ആരും കാണുന്നില്ലെന്ന കർത്താവ് പറയാ. ഇരുട്ടെനിക്ക് മറയല്ല, വാതിലെനിക്ക് മറയല്ല. കർത്താവിൻ്റെ വചനത്തിൽ പറയാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23:19 പറയുന്ന, കർത്താവിൻ്റെ കണ്ണുകൾക്ക് 10,000 സൂര്യനേക്കാൾ പ്രകാശമുണ്ട്, അതിൻ്റെ മുമ്പിലൊന്നും മറഞ്ഞിരിക്കുകയില്ല. ഭാര്യയെ കളിപ്പിക്കാം, ഭർത്താവിനെ കളിപ്പിക്കാം, ഇടവക വികാരി അച്ഛനെ കളിപ്പിക്കാം. 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള, കണ്ണിന് പ്രകാശമുള്ള ക്രിസ്തുവിൻ്റെ മുമ്പിലൊന്നും മറഞ്ഞിരിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയണം, കർത്താവിലേക്ക് തിരിച്ചു വരണം, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങണം. കർത്താവ് എപ്പോഴും നമ്മോട് പറയുന്ന വചനമാണ്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ പറയാ, ഓരോരുത്തരും പാപം ചെയ്യാൻ തിരിയുമ്പോൾ തന്നെ അന്തിമ വിധിയെക്കുറിച്ച് ഓർക്കണം. അന്തിമ വിധിയുണ്ടെന്ന് ഓർക്കണം. അവസാനം ഒരിക്കൽ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കണമെന്ന് ഓർക്കണം. അത് കർത്താവ്, അത് ഓർക്കുന്നവരൊരിക്കലും പാപം ചെയ്യൽ. അതാ കർത്താവ് പറഞ്ഞ പ്രഭാഷകൻ 7:36 പറയുന്നത്, ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോൾ അന്തിമ വിധിയെക്കുറിച്ച് ഓർക്കണം. അപ്പോൾ അവന് പാപം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. 2 കൊരിന്ത്യർ 5:10 പറയുന്നു, ഒരിക്കൽ നിങ്ങൾ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരും. അന്ന് വ്യഭിചാരശാലയിലേക്ക് കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയവനോ, വാറിലേക്ക് കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയവനോ, വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ചവനോ, ബ്ലൂ ഫിലിം കാണാൻ പ്രേരിപ്പിച്ചവനോ ഒന്നും അന്ന് ന്യായാസനത്തിന് മുമ്പിൽ കാണുകയില്ല. അന്ന് നീ മാത്രമായിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് മുമ്പിൽ വലിയവരെന്നോ ചെറിയവരെന്നോ കാശുള്ളവനെന്നോ കാശില്ലാത്തവനെന്നോ കറുപ്പെന്നോ വെളുപ്പെന്നോ ഇല്ല. റോമാ 10:13 പറയുന്നു, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അവനെ ആര് വിളിച്ചപേക്ഷിക്കുന്നു, അവനിലേക്ക് ആര് തിരിയുന്നു, വിളിച്ചപേക്ഷിക്കുന്നവർ മുഴുവൻ രക്ഷ പ്രാപിക്കും. അവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ കർത്താവിൻ്റെ മുമ്പിലില്ല. അതാ കർത്താവിൻ്റെ വചനം പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ 20-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, മരിച്ചവരെല്ലാം വലിയവരും ചെറിയവരും ഇതാ ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെടുന്നിടത്ത് വന്നു നിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ജീവഗ്രന്ഥം തുറക്കപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കേണ്ടി വരും. ആ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് തിരുത്തി കർത്താവിലേക്ക് വരണം. ചെയ്തു പോയ പാപങ്ങൾ
കർത്താവിന് മുമ്പിൽ ഏറ്റുപറയണം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ സഭയൊരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ കൂദാശ, ആർക്കും ഒരു സമൂഹത്തിനും ലഭിക്കാത്ത ഏറ്റവും വലിയ കൂദാശ കുമ്പസാരം എന്ന കൂദാശ. ആ കൂദാശയിലൂടെ ആ പഴയ മനുഷ്യനെ വ്യഭിചാരം ചെയ്യുന്ന, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അങ്ങനെ പല വിധത്തിലുള്ള നമുക്ക് പ്രേരണ നൽകുന്ന ആ പഴയ മനുഷ്യനെ അതിൻ്റെ ചൈതികളോടെ നിർമ്മാണം ചെയ്യപ്പെട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായി തീരണം. ദൈവത്തിന് പ്രിയങ്കരനായി മാറുവാൻ, ദൈവത്തിന് പ്രീതി നേടുവാൻ. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റി കർത്താവിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:1 പറഞ്ഞത്, എൻ്റെ പ്രീതിപാത്രം, ദൈവത്തിൻ്റെ മുമ്പിൽ നീ പ്രീതി നേടിയിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചുവെന്നുള്ളതല്ല, എത്ര നാൾ ഞാൻ ദൈവത്തെ വിളിച്ചുവെന്നുള്ളതല്ല, ദൈവത്തിന് മുമ്പിൽ എനിക്ക് പ്രീതി നേടാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിന് മുമ്പിൽ എനിക്ക് പ്രീതിയായി മാറാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ടും അതര വ്യായാമം കൊണ്ടല്ല കർത്താവ് പറയുന്നത്. പിന്നെയോ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അതാ കർത്താവ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1:22 പറയുന്നത്, വചനം കേൾക്കുന്ന ആത്മവഞ്ചകരായി മാറരുത്, അത് പാലിക്കുന്നവരായി മാറണം. പലപ്പോഴും നമ്മൾ വചനം കേൾക്കുന്നവരായി മാറുകയാ, പലപ്പോഴും നമ്മളത് പാലിക്കുന്നില്ലാത്തവരായി മാറുകയാ. പ്രിയ സഹോദരങ്ങളെ, പാലിക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ചെവികൾക്ക് മാന്ദ്യം സംഭവിച്ചവരായി മാറരുത്. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, സുഭാഷിതങ്ങളുടെ പുസ്തകം 27:1, നാളെയെ കണ്ടിട്ട് അഹങ്കരിക്കേണ്ട, ഒരു ദിവസവും കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ പൊന്നുതമ്പുരാൻ്റെ സാന്നിധ്യം വേണം. അതുകൊണ്ട് നാളെ ഞാൻ മാറിക്കോളാമെന്ന് വെക്കണ്ട, നാളെ ഞാൻ മാറ്റിക്കോളാമെന്ന് വെക്കണ്ട. ഒരു ദിവസം രാത്രിയും കൂടെ ഇരുണ്ട് വെളുക്കുമ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തിയോ നിന്റെ ശരീരത്തിൽ ജീവനോ ഉണ്ടായിരിക്കണമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് വേണം. അതുകൊണ്ട് കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, കർത്താവിലേക്ക് വരുവാൻ മടിക്കരുത്. യേശുവിലേക്ക് കടന്നു വരുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ 1 മാസമല്ല, 2 മാസമല്ല, 2 വർഷമല്ല, ധ്യാനം കൂടി കുമ്പസാരിച്ചൊരുങ്ങിയവർ പല പ്രാവശ്യങ്ങളും പറയാറുണ്ട്, 2 വർഷം കഴിഞ്ഞപ്പോൾ വീണുപോയി. കർത്താവ് 2 വർഷം കഴിയുമ്പോൾ വീഴാൻ വേണ്ടിയിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. കർത്താവ് 3 വർഷം കഴിയുമ്പോൾ വീഴാൻ വേണ്ടിയിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്നത് ജീവിതാന്തകാലം മുഴുവൻ ദൈവത്തിനു വേണ്ടി സാക്ഷ്യമായി തീരുവാനായിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ഈ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയും, അതോടൊപ്പം എല്ലാ സമൂഹവും ക്രിസ്തീയ വിശ്വാസത്തിൽ കൂദാശ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പാപങ്ങൾ മറച്ചു വെച്ച് ഈശോയെ സ്വീകരിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവുള്ളൂ. അതാ കർത്താവിൻ്റെ വചനം 1 കൊറിന്തോസ് 11:27 പറയുന്നത്, അയോഗ്യതയോടുകൂടി അപ്പം ഭക്ഷിച്ചതിനാൽ ചിലർ രോഗികളും ദുർബലരുമായി മാറി. അവരിന്നും മരുന്ന് കഴിച്ചിട്ട് പോലും സൗഖ്യപ്പെടുന്നില്ല. കാരണം എന്താ? അയോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിച്ചു, സ്വർഗരാജ്യത്തിന് പിന്തള്ളപ്പെട്ടവരായി മാറ്റപ്പെട്ടിരിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാം, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാം, പുതിയൊരു സൃഷ്ടിയായി നമുക്ക് മാറാം. യേശു സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.